നമസ്കാരം. റഷ്യ ഉക്രൈൻ ആക്രമണങ്ങൾ തുടരുന്നതും ട്രംപ് ഭരണകൂടത്തിൽ നിന്നും വെനിസ്വേലയിൽ വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദവും കാരണം ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ എത്തുന്നത് ഉയർന്ന നിലയിലേക്കാണ്. ശനിയാഴ്ച നടന്ന ഒരു പ്രധാന സൈനിക നടപടിയെ തുടർന്ന് മയക്കുമരുന്ന് കടത്ത് കുറ്റം ചുമത്തി വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയെയും ഭാര്യയെയും US സൈന്യം പിടികൂടിയതിനെ തുടർന്ന് തിങ്കളാഴ്ച വിപണികൾ കുത്തനെ തുറക്കാനാണ് സാധ്യത. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശേഖരം കൈവശം വെച്ചിരിക്കുന്ന ഒരു രാജ്യത്തു നിന്നുള്ള വിതരണ തടസ്സങ്ങളെ കുറിച്ചുള്ള ഗുരുതരമായ ആശങ്കകൾക്കിടയിലും സ്വർണത്തിനും വെള്ളിക്കും സുരക്ഷിതമായ ഡിമാൻഡ് കുത്തനെ വർദ്ധിപ്പിക്കുവാനും എണ്ണവില ഉയർത്തുവാനും സാധ്യതയുണ്ട്. പലിശ നിരക്കുകൾ ഇപ്പോൾ മാറ്റമില്ലാതെ തുടരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഡിസംബറിലെ FOMC മിനിറ്റുകൾക്ക് ശേഷം ധനനയത്തെ കുറിച്ചുള്ള സൂചനകൾക്കായി വരാനിരിക്കുന്ന US തൊഴിൽ റിപ്പോർട്ടും വ്യാപാരികൾ നിരീക്ഷിക്കും. ജനുവരിയിൽ നിരക്ക് കുറയ്ക്കുവാനുള്ള സാധ്യത 17% മാത്രമാണെന്നും വിപണികൾ നിലവിൽ വില നിശ്ചയിക്കുന്നു. വർഷത്തിലെ ആദ്യ പൂർണ്ണ വ്യാപാര ആഴ്ച US ISM നിർമ്മാണ ഡാറ്റയും ചൈനയുടെ CPI-യും സൂക്ഷ്മമായി നിരീക്ഷിക്കും. കഴിഞ്ഞ വർഷം ഏകദേശം 10% ഇടിവിന് ശേഷം ആദ്യ വ്യാപാര സെഷനിൽ US ഡോളർ 98.5 സമീപം ഉറച്ചുനിന്നു. അതേസമയം 2025 ഇരട്ട അക്ക നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച US ഇക്വിറ്റികൾ ഉയർന്നു. മെച്ചപ്പെട്ട ഭവന വിൽപ്പന, സ്ഥിരതയുള്ള ഭവന വിലകൾ, ഡിസംബറിലെ ശക്തമായ ചിക്കാഗോ PIM, പ്രതിവാര തൊഴിലില്ലായ്മ ക്ലെയിമുകൾ ഒരു മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലായി 1,99,000 താഴ്ന്നു എന്നിവ ഉൾപ്പെടെ ദുർബലമായ ഇക്വിറ്റി മാർക്കറ്റുകളും പ്രതീക്ഷിച്ചതിലും ശക്തമായ സാമ്പത്തികമായ ഡേറ്റയും കാരണം ആഴ്ചതോറും ഡോളർ ശക്തിപ്പെട്ടു. സ്വർണം ഈ വർഷം ഉറച്ച നോട്ടത്തിൽ വ്യാപാരം നടത്തി. ഔൺസിന് $4,370 1% ഉയർന്ന് 1979 ശേഷമുള്ള ഏറ്റവും ശക്തമായ വാർഷിക പ്രകടനം വർദ്ധിപ്പിച്ചു. ഡോളറിന്റെ മൃദുത്വം, വിപണി കമ്മി, വർദ്ധിച്ചു വരുന്ന വ്യാവസായിക ആവശ്യം എന്നിവ കാരണം വെള്ളി 2% ഉയർന്ന് $73 പണപ്പെരുപ്പം മിതമായ നിലയിൽ തുടരുകയാണ് എങ്കിലും നയപരമായ ഇളവുകൾക്കുള്ള തുറന്ന മനസ്സ് വളരുന്നതായും ഡിസംബർ FOMC മിനിറ്റ്സ് സൂചിപ്പിക്കുന്നു. സൗദി വരെ വെനിസ്വേലയ്ക്ക് പിന്നിൽ, അതായത് US-നേക്കാൾ 5 ഇരട്ടിയാണ് വെനിസ്വേലയുടെ എണ്ണ സമ്പത്ത്. എന്നാലും വെനിസ്വേലൻ എണ്ണ സമ്പത്ത് ലക്ഷ്യമിട്ട് US നടത്തിയ അധിനിവേശവും ഊർജ അടിസ്ഥാന സൗകര്യങ്ങളിൽ റഷ്യ ഉക്രൈൻ ആക്രമണങ്ങൾ പുതുക്കിയതും ഉൾപ്പെടെയുള്ള ഭൗമരാഷ്ട്ര സംഘർഷങ്ങൾ സുരക്ഷിത താവളങ്ങൾ എന്ന ആവശ്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഴ്ചതോറും അസാധാരണമായ റാലികൾക്ക് ശേഷം നിക്ഷേപകർ ലാഭം ബുക്ക് ചെയ്തതിനാൽ കോമെക്സ് സ്വർണവും വെള്ളിയും കുത്തനെ പിന്നോട്ട് പോയി. സ്വർണം ഔൺസിന് ഏകദേശം 5% ഇടിഞ്ഞ് $4,330 താഴെ എത്തി. അതേസമയം വെള്ളി 8% ഇടിഞ്ഞ് $71 റെക്കോർഡായ $82.67 നിന്നും പിൻവാങ്ങുകയും ചെയ്തു. CME ഏർപ്പെടുത്തിയ ഉയർന്ന മാർജിൻ ആവശ്യകതകളും ചില ലോങ് പൊസിഷനുകളും പിൻവലിക്കാൻ നിർബന്ധിതരായി. MCX ഗോൾഡ് ഫ്യൂച്ചറുകൾ തിങ്കളാഴ്ച ആഴ്ചയിൽ കുത്തനെ ഇടിവോടെ ആരംഭിച്ചു. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ ഏറ്റവും വലിയ ഒറ്റ ദിവസത്തെ ഇടിവ് 3.6% രേഖപ്പെടുത്തിയിരുന്നു. ഈ ഇടിവിന് ശേഷം വിലകൾ സൈഡ് വേഡ് ശ്രേണിയിലേക്ക് നീങ്ങി. 10 ഗ്രാമിന് 1,34,300 രൂപയും 1,33,200 രൂപയ്ക്ക് മുകളിൽ വിലകൾ നിലനിർത്താൻ കഴിഞ്ഞാൽ 1,38,700 രൂപയിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും നിർണായകമായ ഒരു ഇടവേളയും, അതായത് 1,33,200 രൂപയിൽ താഴെയുള്ള സ്ഥിരമായ നീക്കം കൂടുതൽ തിരുത്തലിന് കാരണമായേക്കാം. വർഷ അവസാനത്തെ അസ്ഥിരമായ വ്യാപാരത്തിനിടയിലും അടിസ്ഥാന ലോഹങ്ങളുടെ വില ശക്തമായി ആരംഭിച്ചു. റെക്കോർഡ് ഉയരങ്ങൾ പരീക്ഷിച്ചതിനു ശേഷം ചെമ്പ് നേട്ടങ്ങൾ കൈവരിച്ചു. ടണ്ണിന് $12,450 മുകളിലെത്തി. അതേസമയം അലുമിനിയവും സിങ്കും 1% ഉയർന്നു. 2022 ശേഷം ആദ്യമായി അലുമിനിയം ടണ്ണിന് $3,000 മുകളിലെത്തി. അവധിക്കാല പുനരാരംഭത്തിനു ശേഷം MCX ഷാങ്ഹായ് എക്സ്ചേഞ്ചുകളിൽ മൂർച്ചയുള്ള റാലികൾ ആദ്യകാല ശക്തിയെ പിന്തുണച്ചു. WTID ക്രൂഡ് ഓയിൽ 2026 പോസിറ്റീവായി തുറന്ന ആഴ്ച ബാരലിന് $57.3 സമീപം അവസാനിച്ചു. 2025 എണ്ണ 20% ഇടിഞ്ഞു. 2020 ശേഷമുള്ള ഏറ്റവും വലിയ വാർഷിക ഇടിവാണിത്. അമിത വിതരണ ആശങ്കകൾ വികാരത്തെ ബാധിച്ചതിനാൽ വെനിസ്വേലയിൽ നിന്നും റഷ്യയിൽ നിന്നുമുള്ള ഭൗമരാഷ്ട്രീയ അപകട സാധ്യതകൾ ഇടയ്ക്കിടയ്ക്ക് വിലക്കയറ്റത്തിന് കാരണമായി. ഇന്ന് നടക്കുന്ന OPEC+ മീറ്റിംഗിലാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.
അവിടെ കൂടുതൽ വിതരണ വർധനവ് താൽക്കാലികമായി നിലനിർത്താനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഏവരും.